മഹാ ആചാര്യനും ഭക്തകവിയുമായ പൂന്താനം എഴുതിയ ജ്ഞാനപ്പാന എന്ന കൃതിക്ക് ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം. ജ്ഞാനപ്പാന വ്യാഖ്യാനം. ഗുരുനാഥൻ തുണചൈകസന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഗുരുവന്ദനത്തോടുകൂടി കവി ഗ്രന്ഥം ആരംഭിക്കുന്നു. അധ്യാത്മവിദ്യയിൽ ഗുരുവിൻ്റെ സ്ഥാനം പ്രസിദ്ധമാണ്. ഇവിടെ ഗുരുവും ഈശ്വരനും തുല്യരാണ്. സത്യനിഷ്ഠനായ ഗുരുവിൻ്റെ വാക്യം പരമപ്രമാണമായി അംഗീകരിക്കുന്നതോടെ ജിജ്ഞാസു ശ്രദ്ധാവാനായിത്തീരുന്നു. ഗുരുവിലും ഈശ്വരനിലും ഉള്ള ഉറച്ച വിശ്വാസമാണ് ശ്രദ്ധ. ശ്രദ്ധ മാത്രമേ ഈശ്വരമാഹാത്മ്യം വെളിപ്പെടുത്തി തരുകയുള്ളൂ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവൻ ജ്ഞാനം നേടുന്നു എന്നാണ് ഗീതാവചനം. ശ്രദ്ധയിൽ കൂടി ആത്മജ്ഞാനം നേടിയാലേ ജന്മം സഫലമാകൂ. അതുകൊണ്ടാണ് ആത്മജ്ഞാന പ്രതിപാദകമായ പ്രസ്തുത കൃതിയിൽ ആദ്യമേ ഗുരുപ്രീതി വഴി ശ്രദ്ധയ്ക്കും ശ്രദ്ധയിൽ കൂടി നിരന്തരമായ ഈശ്വര അനുസന്ധാനത്തിനും തത്ഫലമായ ജന്മസാഫല്യത്തിനും വേണ്ടി കവി ആഗ്രഹിക്കുന്നത്. ഗ്രന്ഥ ആരംഭത്തിൽ ആശീർവചന രൂപത്തിലുള്ള മംഗളാചരണവും ഇതുകൊണ്ട് സാധിക്കുന്നു. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല, ഇന്നിക്കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പങ്ങാക്കുന്നതും ഭവാൻ. തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. നിരന്തരമായ ഈശ്വര അനുസന്ധാനം കൊണ്ട് മാത്രമേ മനുഷ്യജന്മം സഫലമാകൂ എന്ന് പറഞ്ഞുവല്ലോ. എന്തുകൊണ്ട്? ഭൗതികമായ നേട്ടങ്ങളൊന്നും മനുഷ്യജന്മത്തെ ഫലവത്താക്കുകയില്ലേ? ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഇനി. മനുഷ്യൻ ജീവിതത്തെക്കുറിച്ച് തികച്ചും അജ്ഞനായിട്ടാണ് ഇവിടെ വന്നു പിറക്കുന്നത്. ജനിക്കുന്നതിന് മുമ്പ് താൻ ആരായിരുന്നു എന്ന് അവന് ഒരു നിശ്ചയവുമില്ല. ഇനി മരിച്ചാൽ ആരാകുമെന്നും അറിഞ്ഞുകൂടാ. പോട്ടെ, ജീവിച്ചിരിക്കുമ്പോഴെങ്കിലും കാര്യങ്ങൾ ഇന്ന രീതിയിൽ സംഭവിച്ചു കൊള്ളുമെന്ന് ഉറപ്പുണ്ടോ? അതുമില്ല. ഇന്നലെ വരെ തനിക്ക് ഇഷ്ടമില്ലാത്ത പലതും സംഭവിച്ചിട്ടുണ്ട്. അവയൊക്കെ എന്തിനു സംഭവിച്ചു അറിഞ്ഞുകൂടാ. താൻ ആഗ്രഹിച്ച പലതും നിറവേറാതെ പോയിട്ടുണ്ട്. അതെന്തുകൊണ്ട്? ഒട്ടും നിശ്ചയമില്ല. കഴിഞ്ഞ കാലത്തിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ ഭാവിയെക്കുറിച്ച് എന്തു പറയാം? ഒന്നും സാധ്യമല്ല. ചുരുക്കത്തിൽ ജീവിതം അജ്ഞതയുടെ അനിശ്ചിതത്വത്തിൽ സദാ ആണ്ടിരിക്കുകയാണ്. എന്തിനേറെ, എല്ലാ സുഖങ്ങൾക്കും ആധാരമായി കരുതപ്പെടുന്ന ഈ ശരീരത്തിൻ്റെ സ്ഥിതി തന്നെ എത്ര ചഞ്ചലം! ഏതു നിമിഷത്തിലാണ് ഇത് വീണ് മണ്ണടിയുക എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷങ്ങൾ ഈ മാംസപിണ്ഡത്തെ സദാ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും ചിന്തിച്ചാൽ മതി. ലോകം അനിത്യവും അസുഖവുമാണെന്ന് കാണാൻ ഒരു പ്രയാസവുമില്ല. അനിത്യമായ ഈ അസുഖലോകത്തിനു പിന്നിൽ നിത്യമായി വല്ലതുമുണ്ടോ എന്നാരായുന്നതാണ് സത്യാന്വേഷണം.
ഭാരതീയരായ ഋഷിമാർ ഈ നശ്വര പ്രപഞ്ചത്തിന് ആശ്രയമായ ശാശ്വത സത്യത്തെ നേരിട്ട് അറിഞ്ഞിട്ടുള്ളവരാണ്. സത്യസ്വരൂപനായ ആ ജഗദീശ്വരൻ്റെ ഒരു ലീലയാണ് പ്രപഞ്ചം. കണ്ണുമിഴിച്ചിരിക്കവേ തന്നെ മനുഷ്യർ മരണത്തിൻ്റെ വായിൽപ്പെട്ട് മറഞ്ഞു പോകുന്നത് കാലസ്വരൂപനായ ഈശ്വരൻ്റെ കളിയല്ലാതെ പിന്നെന്താണ്? ദുഃഖിതരും ദരിദ്രരുമായി കഴിയുന്ന ചിലർ ഏതാനും ദിവസങ്ങൾ കൊണ്ട് സമ്പന്നരായി രാജപദവിയിൽ എത്തിച്ചേരുന്നു. അതുപോലെ രാജപദവിയിൽ സുഖിച്ചു കഴിഞ്ഞവർ ഭിക്ഷാംദേഹികളായി തെരുവിൽ തെണ്ടിത്തിരിയാനിടവരുന്നു. ഇതൊക്കെ ഈശ്വരൻ്റെ ലീലാവിലാസങ്ങളല്ലെങ്കിൽ പിന്നെന്താണ്? ലോകം പരിഷ്കാരത്തിൻ്റെ ഉച്ചകോടിയിലെത്തിയിരിക്കുന്ന ഈ കാലത്തും ഈ ജീവിത പരിവർത്തനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. ഇങ്ങനെ ബാഹ്യജീവിതം അനിത്യവും അസുഖവുമാണെന്ന് സ്പഷ്ടമായി തെളിഞ്ഞാൽ പിന്നെ ഒന്നേ ചെയ്യാനുള്ളൂ, ഇതിൽ നിന്നുകൊണ്ട് നിത്യനായ ജഗദീശ്വരനെ സർവാർപ്പണ ബുദ്ധിയോടെ ഭജിക്കുക. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അനിത്യവും അസുഖവുമായ ലോകത്തെത്തിയാൽ പിന്നെ എന്നെ ഭജിക്കുകയാണ് വേണ്ടത് എന്നത്രേ ഭഗവാൻ ഗീതയിൽ പ്രഖ്യാപിക്കുന്നത്. കണ്ടാലൊട്ടറിയുന്നു ചിലരിതു, കണ്ടാലും തിരിയാ ചിലർക്കേതുമേ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുമ്പേ കണ്ടങ്ങറിയും നീതു ചിലർ. മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോർക്കണം. പലർക്കുമറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ. കർമ്മത്തിലധികാരി ജനങ്ങൾക്ക് കർമ്മശാസ്ത്രങ്ങളുണ്ട് പലവിധം. ജ്ഞാനത്തിനധികാരി ജനങ്ങൾക്ക് ജ്ഞാനശാസ്ത്രങ്ങളും പലതുണ്ടല്ലോ. സാഖ്യശാസ്ത്രങ്ങൾ യോഗശാസ്ത്രങ്ങളും സംഖ്യയില്ലതു നിൽക്കട്ടെ സർവവും. ചുഴന്നിടുന്ന സംസാരചക്രത്തിൽ ഉഴന്നീടും നമുക്കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കൾ ഉണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. എളുതായിട്ടു മുക്തി വരുത്തുവാൻ ചെവി തന്നിത് കേൾപ്പിനെല്ലാവരും. കൃഷ്ണ. ജീവിതത്തിൻ്റെ അനിത്യത വൈരാഗ്യത്തിനും വൈരാഗ്യം സത്യജിജ്ഞാസയ്ക്കും വഴി തെളിക്കുന്നു എന്നാണല്ലോ ഇതുവരെ പ്രതിപാദിച്ചത്. പക്ഷേ എല്ലാ മനുഷ്യർക്കും ഈ വൈരാഗ്യവും സത്യാന്വേഷണ ബുദ്ധിയും ഉണ്ടാകാത്തതെന്ത്? അതിനുത്തരമാണ് അടുത്ത വരികളിൽ ജഗദീശ മായയിൽ മോഹിച്ച് അജ്ഞരായി കഴിയുന്നവരാണ് മനുഷ്യർ. ചിലർ സൂക്ഷ്മചിന്തയും ഈശ്വരവിശ്വാസവും നേടി മായാമോഹത്തെ തിരിച്ചറിയുന്നു. ജീവിതത്തിൻ്റെ അനിത്യത വൈരാഗ്യത്തിനും വൈരാഗ്യം സത്യജിജ്ഞാസയ്ക്കും വഴി തെളിക്കുന്നുവെന്നാണല്ലോ ഇതുവരെ പ്രതിപാദിച്ചത്. പക്ഷേ എല്ലാ മനുഷ്യർക്കും ഈ വൈരാഗ്യവും സത്യാന്വേഷണ ബുദ്ധിയും ഉണ്ടാകാത്തതെന്ത്? ഇതിനുത്തരമാണ് അടുത്ത വരികളിൽ ജഗദീശ മായയിൽ മോഹിച്ച് അജ്ഞരായി കഴിയുന്നവരാണ് മനുഷ്യർ. ചിലർ സൂക്ഷ്മചിന്തയും ഈശ്വരവിശ്വാസവും നേടി മായാമോഹത്തെ തിരിച്ചറിയുന്നു. ഈ ജീവിതം ക്ഷണികവും ദുഃഖപ്രദവുമാണെന്ന് കണ്ടു മനസ്സിലാക്കുന്നു. അജ്ഞാനത്തിൽ അടിത്തട്ടുവരെ ആണ്ടുപോയതുകൊണ്ട് പലർക്കും വീണ്ടും വീണ്ടും കണ്ടനുഭവിച്ചാലും പ്രപഞ്ച ജീവിതത്തിൻ്റെ നിസ്സാരത തെളിഞ്ഞു കിട്ടുന്നുമില്ല.
പുറമേ കാണുന്നതൊന്നും സത്യമല്ലെന്ന് ചിലർ കാലേക്കൂട്ടി കണ്ടും കേട്ടും ചിന്തിച്ചും മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ എന്തുകൊണ്ട് സത്യബോധം ഉണ്ടാകുന്നില്ല? പലരുടെ മനസ്സ് പല വിധമാണ്. ഓരോ മനസ്സിനും സ്വഭാവമനുസരിച്ച് മാത്രമേ കാര്യം ഗ്രഹിക്കാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ഓരോ മനുഷ്യ മനസ്സിൻ്റെയും പക്വതയ്ക്കനുസരിച്ചു വേണം സത്യം ഉപദേശിക്കാൻ. എല്ലാവർക്കും അവരവരുടെ കഴിവനുസരിച്ച് സത്യബോധം ഉണ്ടാകണമെന്ന് കരുതിയാണ് ശാസ്ത്രങ്ങൾ പല രീതിയിലും സത്യസ്വരൂപം വിവരിച്ചിട്ടുള്ളത്. ചിലർ എപ്പോഴും വല്ല കർമ്മങ്ങളും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കാൻ കൊതിക്കുന്നു. ഇങ്ങനെ പ്രവൃത്തിമാർഗം അവലംബിച്ചവർക്കായി അധികാരിഭേദമനുസരിച്ച് കർമ്മശാസ്ത്രങ്ങളിൽ കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. വേദത്തിലെ കർമ്മകാണ്ഡവും സ്മൃതികളും കർമ്മശാസ്ത്രങ്ങളാണ്. കർമ്മകാണ്ഡത്തെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് മീമാംസ. നിവൃത്തിമാർഗം അവലംബിച്ച് ആത്മജ്ഞാനത്തിന് കൊതിക്കുന്നവർക്ക് വേണ്ടി പല വിധത്തിലുള്ള ജ്ഞാനശാസ്ത്രങ്ങളും നടപ്പിലുണ്ട്. ഉപനിഷത്തുക്കൾ എന്നറിയപ്പെടുന്ന വേദത്തിലെ ജ്ഞാനകാണ്ഡമാണവ. ജ്ഞാനകാണ്ഡത്തെ വിശദീകരിക്കുന്ന ശാസ്ത്രമാണ് വേദാന്തം. മീമാംസയും വേദാന്തവും കൂടാതെ സാഖ്യശാസ്ത്രം, യോഗശാസ്ത്രം എന്നിങ്ങനെ സത്യവിവരണങ്ങളായ അനവധി ശാസ്ത്രങ്ങളുണ്ട്. പുരുഷനെയും പ്രകൃതിയെയും വേർതിരിച്ചുകാട്ടി തത്വങ്ങളെ എണ്ണിപ്പറയുന്ന ശാസ്ത്രമാണ് സാഖ്യശാസ്ത്രം. കപില മഹർഷിയാണ് സാഖ്യശാസ്ത്രം രചിച്ചത്. സാഖ്യശാസ്ത്ര സിദ്ധാന്തങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രായോഗിക മാർഗങ്ങൾ നിർദ്ദേശിക്കുന്ന ശാസ്ത്രമാണ് യോഗശാസ്ത്രം. പതഞ്ജലിയാണ് യോഗശാസ്ത്രം രചിച്ചത്. ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ എണ്ണമില്ലാതെയുണ്ട്. ഇവയൊക്കെ ഉൾക്കൊള്ളുന്ന സാരം എന്തെന്നാണ് നാം അറിയേണ്ടത്. ജനന മരണ രൂപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് സംസാരചക്രം. മനുഷ്യർ ഇതിൽ മുങ്ങിയും പൊങ്ങിയും ഉഴലുന്നു. അങ്ങനെ ക്ലേശിക്കുന്ന മനുഷ്യനെ ധരിക്കുവാൻ സത്യം സാക്ഷാത്കരിച്ചിട്ടുള്ള മഹത്തുക്കൾ ഒരു പരമാർത്ഥം പറഞ്ഞു വച്ചിട്ടുണ്ട്. അത് ഞാൻ ചുരുക്കി പറയാം. എളുപ്പത്തിൽ മുക്തി നേടണമെന്നുള്ളവർ ഇത് ശ്രദ്ധയോടെ ചെവികൊള്ളേണ്ടതാണ്. നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടത് മുൻപിനാൽ മുന്നമിക്കണ്ട വിശ്വമശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചെന്നങ്ങ് തന്നോടു പറ്റാതെ ഒന്നിലും ചെന്നു താനും വലയാതെ ഒന്നെന്നുള്ളിലുറയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലുമുറയ്ക്കാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെ കണ്ടതിൽ ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. കർമ്മമാണ് ബന്ധം. കർമ്മവിമുക്തിയാണ് മോക്ഷം. ഒരു സത്യാന്വേഷി ആദ്യമായി ധരിക്കേണ്ട വസ്തുത ഇതാണ്. കർമ്മത്തിൻ്റെ ആകെ ഉറവിടം കർമ്മരഹിതമായ പരമാത്മാവത്രേ. രണ്ടെന്ന തോന്നലില്ലാതെ സ്വയം പ്രകാശിച്ച് നിൽക്കുന്ന അദ്വയബോധമാണ് പരമാത്മാവ്. പരമാത്മശക്തിയായ മായ സ്പന്ദിച്ചുയരുന്നതോടുകൂടി കർമ്മശൂന്യമായ പരമാത്മസത്തയിൽ കർമ്മം ആരംഭിക്കുന്നു. സ്പന്ദന രൂപത്തിൽ ആവിർഭവിക്കുന്ന മായാശക്തിയുടെ കർമ്മചലനങ്ങൾ ക്രമമായി ഉണ്ടാക്കി കാണിക്കുന്നവയാണ് എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും. സ്പന്ദന രൂപത്തിൽ ആവിർഭവിക്കുന്ന മായാശക്തിയുടെ കർമ്മചലനങ്ങൾ ക്രമമായി ഉണ്ടാക്കി കാണിക്കുന്നവയാണ് എല്ലാ പ്രപഞ്ചദൃശ്യങ്ങളും. പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സർവ്വജീവജാലങ്ങളും കർമ്മഗതിയുടെ സന്താനങ്ങളാണെന്നർത്ഥം. കർമ്മഗതി തുടങ്ങുന്നതിന് മുമ്പും കർമ്മഗതി നടന്നുകൊണ്ടിരിക്കുമ്പോഴും കർമ്മഗതി അവസാനിച്ചാലും ഒരു മാറ്റവും കൂടാതെ നിലനിന്നു പോരുന്ന സത്യവസ്തുവാണ് പരമാത്മാവ്. കർമ്മഗതി പടുത്തുകെട്ടുന്ന ഒരു പ്രപഞ്ച ഘടകവും ആ സത്യത്തെ തെല്ലും കളങ്കപ്പെടുത്തില്ല. അത് സ്വയം ചെന്ന് മായാനിർമ്മിതമായ ഒരു വസ്തുവിനോടും പറ്റിക്കൂടി കളങ്കപ്പെടുന്നുമില്ല. ഈ സത്യരഹസ്യം അറിയുന്നവർ ലോകത്തിൽ സർവത്ര ആ പരമാത്മ വസ്തുവിനെ തന്നെ ഭാവന ചെയ്ത് കാണാൻ ശ്രമിക്കുന്നു.
ബ്രഹ്മഭാവനയ്ക്ക് ഉറപ്പുവരുംതോറും സർവം ബ്രഹ്മമയം എന്ന സാക്ഷാത്കാരം പ്രത്യക്ഷമാകുന്നു. അതോടെ ഒരേ ഒരു പരമാത്മാവ് തന്നെയാണ് സകല ലോകവും എന്നറിയാനും ഇടവരുന്നു. നേരെ മറിച്ച് ജഡരൂപങ്ങളായ പ്രപഞ്ചഘടകങ്ങളെ വേറെ വേറെ നാമരൂപങ്ങളായി വേർതിരിച്ച് കാണുകയും ഒന്നിലും മനസ്സുറയ്ക്കാതെ പല പ്രലോഭങ്ങളിലും പെട്ടുഴലുകയും ചെയ്യുന്നവർക്ക് പരമാത്മസത്യം ഒരിക്കലും വേർതിരിഞ്ഞ് കിട്ടുന്നതല്ല. നാമരൂപങ്ങളിൽ വേർതിരിഞ്ഞു കാണുന്ന മായാമയ പ്രപഞ്ചം എത്ര വിചിത്രം! ഇവിടെ ഒന്നുപോലെ മറ്റൊന്ന് കാണാനില്ല. എല്ലാം പരസ്പര ഭിന്നങ്ങൾ. എന്നാൽ പുറമേ ഭിന്നങ്ങളായി കാണുന്ന ജഡരൂപങ്ങളിലെല്ലാം ജീവനായി ഒരേ പരമാത്മാവ് വിളങ്ങുന്നു. ഒന്നിനോടും ഒട്ടിപ്പറ്റാതെ എല്ലാറ്റിലും അന്തര്യാമിയായി നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് നിലനിർത്തി പോരുന്നത് ആ പരമാത്മാവ് തന്നെ. മൂന്നുമൊന്നിലടങ്ങുന്നു പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വവുമന്നേരം. മൂന്നു കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ളു കർമ്മങ്ങളൊക്കെയും. പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നുകൊണ്ടും തളയ്ക്കുന്നു ജീവനെ. പൊന്നിൻ ചങ്ങലയൊന്നിപ്പറഞ്ഞതിൽ ഒന്നിരുമ്പുകൊണ്ടെന്നത്രേ. പൊന്നിൻ ചങ്ങലയൊന്നിപ്പറഞ്ഞതിൽ ഒന്നിരുമ്പിനാൽ ഭേദമത്രേയുള്ളൂ. രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചങ്ങലയല്ലോ മിശ്രമാം കർമ്മവും. ബ്രഹ്മവാദിയായി ചയറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും. ബ്രഹ്മവാദിയായി ചയറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും. ഒരേ പ്രപഞ്ചകർത്താവ് തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും രക്ഷിക്കാനും സംഹരിക്കാനുമായി രജസ്, സത്വം, തമസ് എന്നീ ഗുണങ്ങളെ ആശ്രയിച്ച് മൂന്നായി പിരിയുന്നു. പരമാത്മാവ് രജോ ഗുണം പൂണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ബ്രഹ്മാവെന്നറിയപ്പെടുന്നു. സത്വഗുണമെടുത്ത് രക്ഷ ചെയ്യുമ്പോൾ വിഷ്ണുരൂപം കൈക്കൊള്ളുന്നു. തമോ ഗുണമെടുത്ത് സംഹരിക്കുമ്പോൾ ശിവനായി വർത്തിക്കുന്നു. പ്രാധാന്യേന ത്രിമൂർത്തികൾ സൃഷ്ടിസ്ഥിതി സംഹാര കർത്താക്കളാണെങ്കിലും അവരെല്ലാവരും എല്ലാറ്റിനും സമർത്ഥരാണെന്ന് പുരാണങ്ങൾ ഘോഷിക്കുന്നു. മൂന്ന് ഗുണങ്ങളും ഒരുമിച്ച് ചേർന്നേ എന്തും ഉണ്ടാകാറുള്ളൂ. ചിലയിടത്ത് ചില ഗുണങ്ങൾക്ക് പ്രാധാന്യം കാണുമെന്ന് മാത്രം. പരമാത്മാവിന് കൊള്ളുകയും തള്ളുകയും ചെയ്യാവുന്നവയാണ് ത്രിഗുണങ്ങൾ. പരമാത്മാവ് ഗുണങ്ങളെ കൈക്കൊള്ളുമ്പോൾ തത്കാലം കർമ്മങ്ങൾ ചെയ്യുന്നതായി തോന്നുമെങ്കിലും ആ സത്യമൂർത്തിക്ക് വാസ്തവത്തിൽ ഒരു വികാരവും സംഭവിക്കുന്നില്ല. ഗുണങ്ങളെ വെടിഞ്ഞാൽ കർമ്മചലനം നിലച്ച് സ്വസ്വരൂപം തെളിയുകയും ചെയ്യും. അതുകൊണ്ട് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ യഥാർത്ഥത്തിൽ ഒരേ പരമാത്മാവ് തന്നെ എന്നറിയണം. ത്രിഗുണങ്ങളെ വെടിഞ്ഞ് ബ്രഹ്മ, വിഷ്ണു, ശിവ രൂപങ്ങൾ മാഞ്ഞ് പരമാത്മാവ് അദ്വയനായി വർത്തിക്കുമ്പോൾ അവിടെ പ്രപഞ്ചത്തിൻ്റെ നിഴൽ പോലും ഉണ്ടാവില്ല. അപ്പോൾ സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ വഴിക്കാണ് എല്ലാ പ്രപഞ്ച പ്രവർത്തനങ്ങളും തുടങ്ങുന്നതെന്ന് വന്നു. ഗുണങ്ങളാണ് സകല കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഗുണാശ്രയങ്ങളായ കർമ്മങ്ങളും മൂന്നായി വേർതിരിയുന്നു: പുണ്യകർമ്മം, പാപകർമ്മം, മിശ്രകർമ്മം. സത്വഗുണത്തിൻ്റേതാണ് പുണ്യകർമ്മം, തമോ ഗുണത്തിൻ്റേത് പാപകർമ്മം, രജോ ഗുണത്തിൻ്റേത് മിശ്രകർമ്മം. കർമ്മം ഏതു വിധത്തിലായാലും അതൊക്കെ ജീവാത്മാവിന് ബന്ധകാരണം തന്നെ. മൂന്നു തരം കർമ്മവും ജീവനെ ബന്ധിച്ച് സംസാര ദുഃഖത്തിൽ അകപ്പെടുത്തി വലയ്ക്കുന്നു. സത്വഗുണപ്രധാനമായ പുണ്യകർമ്മം സ്വർണ്ണച്ചങ്ങലയാണെങ്കിൽ തമോ ഗുണപ്രധാനമായ പാപകർമ്മം ഇരുമ്പു ചങ്ങല. അത്രേ ഉള്ളൂ ഭേദം. സ്വർണവും ഇരുമ്പും കൂട്ടിക്കലർത്തി ഉണ്ടാക്കിയ ചങ്ങല മിശ്രകർമ്മം. ബന്ധിക്കുക എന്ന അംശത്തിൽ സ്വർണ്ണച്ചങ്ങലയ്ക്കും ഇരുമ്പ് ചങ്ങലയ്ക്കും തമ്മിൽ ഒരു ഭേദവുമില്ല. ഇങ്ങനെ ആലോചിച്ചാൽ ഈ ലോകത്ത് ബ്രഹ്മാവ് മുതൽ ഈച്ചയുറുമ്പ് വരെയുള്ള എല്ലാ ജീവജാലങ്ങളും കർമ്മഭദ്രാണെന്ന് കാണാം. ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നത് ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നത് ബ്രഹ്മാവിനും എളുതല്ല നിർണയം. ദിക്പാലന്മാരും ഔവണ്ണമോരോരോ
ദിക്കുതോറും തളച്ചു കിടക്കുന്നു അല്പകർമ്മികളാകിയ നാമെല്ലാം. അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ട് കളിക്കുന്നതിങ്ങനെ. സൃഷ്ടിയും പ്രളയവും പകലും രാവുമെന്ന പോലെ ഒന്നിനൊന്നായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തുടങ്ങിയതല്ല, ഒടുങ്ങുന്നതുമല്ല. അനാദി സംസാരത്തിൻ്റെ സ്വഭാവമാണിത്. സംസാരത്തിൽപ്പെട്ട് നിൽക്കുന്നിടത്തോളം കർമ്മപാശനം അറുത്തൊഴിക്കാൻ ബ്രഹ്മാവിനും കഴിവില്ല. സംസാരത്തെ പാടെ ഉപേക്ഷിക്കുന്ന പ്രജ്ഞയ്ക്കു മാത്രമേ കർമ്മവിമുക്തി സാധ്യമാവൂ എന്ന് ചുരുക്കം. സംസാരത്തിൽപ്പെട്ടതുകൊണ്ട് ഇന്ദ്രൻ, അഗ്നി, യമൻ തുടങ്ങിയ 8 ദിക്പാലന്മാർ പോലും അതാത് ദിക്കുകളെ കാത്തുകൊള്ളുക എന്ന കർമ്മത്തിൽ കുടുങ്ങിക്കിടക്കുന്നു. ദിക്പാലന്മാരും സൗരയൂഥ ഘടകങ്ങളും മറ്റും ലോകരക്ഷണമെന്ന മഹാകർമ്മം ഏറ്റെടുത്തതുകൊണ്ട് ചിരകാലം അതിൽ തന്നെ വ്യാപൃതരായി കഴിഞ്ഞുകൂടുന്നു. അല്പബുദ്ധികളായ മനുഷ്യർ അധികവും സ്വാർത്ഥതൽപരരാണ്. അതുകൊണ്ട് അവർ അല്പകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. സ്വാർത്ഥപരരായ അല്പകർമ്മികൾക്ക് കൂടെ ജനിച്ചും മരിച്ചും പല പല ജന്തുക്കളുടെ ജീവിതങ്ങൾ കൈക്കൊണ്ട് ജന്മമരണ പ്രവാഹത്തിൽ മുങ്ങിയും പൊങ്ങിയും ഉഴലേണ്ടി വരുന്നു. വീണ്ടും ജനനം, വീണ്ടും മരണം, വീണ്ടും ഗർഭവാസം എന്നിങ്ങനെ കർമ്മത്തിൻ്റെ കളിയിൽപ്പെട്ട് നട്ടം തിരിയുകയാണവർ. 7-ാം ശ്ലോകം. നരകത്തിൽ കിടക്കുന്ന ജീവൻ പോയി ദുരിതങ്ങൾ ഒടുങ്ങി മനസ്സിൻ്റെ പരിപാകവും വന്നു ക്രമത്താലെ നരജാതിയിൽ വന്നു പിറന്നിട്ട് സുകൃതം ചെയ്ത് മേൽപോട്ടു പോയവർ സുഖിച്ചിടുന്നു സത്യലോകത്തോളം. സത്കർമ്മം കൊണ്ട് മേൽപോട്ടു പോയവർ സ്വർഗത്തിങ്കലിരുന്നു രമിച്ചുടൻ. സുഖിച്ചങ്ങനെ പോയിടും കാലവും സുകൃതങ്ങളുമൊക്കെ ഒടുങ്ങിയിടും. പരിപാകം ഒരെള്ളോളമല്ലവർ പതിച്ചിടുന്നു നമ്മുടെ ഭൂമിയിൽ. ദുരിതം ചെയ്തു ചത്തവർ പിന്നെ പോയി നരകങ്ങളിൽ വെവ്വേറെ വീഴുന്നു. സുരലോകത്തിൽ നിന്നൊരു ജീവൻ പോയി നരലോകേ മഹീസുരനാകുന്നു. ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ഡാലകുലത്തിങ്കൽ പിറക്കുന്നു. അസുരന്മാർ സുരന്മാരായിടുന്നു, അമരന്മാർ മരങ്ങളായിടുന്നു. അജം ചത്തു ഗജമായി പിറക്കുന്നു, ദ്വിജൻ ചത്ത് ദ്വിജമായി പിറക്കുന്നു. നരി ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടൻ ഓരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപഞ്ചത്ത് കൃപയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരൻ്റെ വിലാസങ്ങൾ ഇങ്ങനെ. കഠിനങ്ങളായ പാപങ്ങൾ ചെയ്യുന്നതിൻ്റെ ഫലമായി നീചയോനികളിൽ ജനിച്ച് കൊടിയ നരകം അനുഭവിക്കേണ്ടി വരുന്നു. വല്ലപാടും ദുരിതം അനുഭവിച്ചൊടുങ്ങുമ്പോൾ മനസ്സ് ഒട്ടൊരു പരിപക്വമാകുന്നു. ചിരകാലം കൊണ്ട് മനസ്സ് പരിശുദ്ധമാകുമ്പോഴാണ് മനുഷ്യജന്മം ലഭിക്കുന്നത്. മനുഷ്യജന്മം കിട്ടിയാൽ ചിലർ സദാ സത്യാന്വേഷികളായി ധർമ്മമാർഗത്തിൽ ചരിക്കുന്നു. സുകൃതനിധികളായ അവർ ദേവയാന മാർഗത്തിൽ കൂടി ഉയർന്നുയർന്ന് സത്യലോകത്തെത്തി സുഖിക്കുന്നു. ലോകാവസാനത്തിൽ ബ്രഹ്മാവിനോടൊത്ത് മുക്തന്മാരാകുന്നു. മനുഷ്യജന്മം കിട്ടിയിട്ടും ചിലർ പരമസത്യത്തെ അന്വേഷിക്കാൻ കൂട്ടാക്കാറില്ല. ചിലർ സത്യത്തെ തിരയാതെ യാഗാദി പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് സ്വർഗം നേടാൻ തിരയുന്നു. അങ്ങനെയുള്ളവർ പുണ്യഫലമായി സ്വർഗവാതിലെത്തി കുറേ കാലം സുഖിച്ചിരിക്കുന്നു. സുഖാനുഭവത്തിൽ മുഴുകി കാലം പോകുന്നതേ അറിയുന്നില്ല. സുഖം അനുഭവിച്ച് ചെയ്ത പുണ്യം ഒടുങ്ങിപ്പോകും. പുണ്യം നിശേഷം ഒടുങ്ങിയാൽ വീണ്ടും അവർ ഭൂലോകത്തേക്ക് പതിക്കുന്നു. മനുഷ്യജന്മം ലഭിച്ച് പാപകർമ്മങ്ങളിലാണ് വാസന മുഴുത്തിരിക്കുന്നതെങ്കിൽ ദുരിതം ചെയ്ത് വീണ്ടും നരകങ്ങളിൽ ചെന്ന് വീഴുന്നു. മുൻ പ്രസ്താവിച്ച 3 തരം കർമ്മങ്ങളുടെയും ഫലമായി ജീവൻ ഇങ്ങനെ സ്വർഗം, ഭൂമി, നരകം എന്നീ ലോകങ്ങളിൽ മാറി മാറി സഞ്ചരിച്ച് കഴിക്കുന്നു. പുണ്യം ക്ഷയിക്കുമ്പോൾ ഒരു ജീവൻ സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലെത്തി ബ്രാഹ്മണനായി ജനിക്കുന്നു എന്ന് കരുതുക. ഈ ബ്രാഹ്മണൻ പാപകർമ്മങ്ങളിലാണ് ഏർപ്പെടുന്നതെങ്കിൽ അനന്തരം ചണ്ഡാളനായി നരകജന്മം സ്വീകരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ കർമ്മഫലമായി ചിലപ്പോൾ അസുരന്മാർ ദേവന്മാരായും ദേവന്മാർ ചിലപ്പോൾ വൃക്ഷങ്ങളായും ജനിക്കുന്നു. ആട് ചത്ത് ആനയായി ജനിക്കുന്നു. ബ്രാഹ്മണൻ ചത്ത് പക്ഷികളായി പിറക്കുന്നു. ഒരു കുറുക്കൻ മനുഷ്യനായി ജനിക്കുന്നു. സ്ത്രീ നരിയായി ജനിക്കുന്നു.
പ്രജകളെ കഠിനമായി പീഡിപ്പിക്കുന്ന രാജാവ് വെറും കൃമിയായി ജനിക്കുന്നു, ഈച്ച പൂച്ചയായിത്തീരുന്നു. ഈശ്വരൻ്റെ കളിയായ ഈ കർമ്മഗതി അതിവിചിത്രം എന്നേ പറയേണ്ടു. കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിന്നത്രേ നേടുന്നു കർമ്മങ്ങൾ, സീമയില്ലാതോളം പല കർമ്മങ്ങൾ ഭൂമിയിന്നത്രേ നേടുന്നു ജീവന്മാർ. അങ്ങനെ ചെയ്ത് നേടി മരിച്ചുടൻ അന്യലോകങ്ങളോരോന്നിലോരോന്നിൽ ചെന്നിരുന്നു ഭുജിക്കുന്നു. ജീവന്മാർ തങ്ങൾ ചെയ്തൊരു കർമ്മങ്ങൾ തൽഫലം ഒടുങ്ങിയിടും. അതട്ടുനാൾ ചെല്ലുമ്പോൾ ഉടനെ തന്നെ നേടുന്നു പിന്നെയും. തൻ്റെ ഗൃഹത്തിങ്കൽ നിന്നുടൻ കൊണ്ടുപോന്ന ധനം കൊണ്ടു നാമെല്ലാം മറ്റെങ്ങാനും ഒരിടത്തിരുന്നിട്ട് വിറ്റൂണെന്നു പറയും കണക്കിനെ. കർമ്മങ്ങൾക്ക് വിളനിലമാകിയ ജന്മദേശമി ഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മേ മറ്റെങ്ങും സാധിയാ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും സക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും. വിശ്വമാതാവ് ഭൂമിയറിഞ്ഞാലും വിശ്വനാഥൻ്റെ പ്രകൃതിതാൻ വിശ്വനാഥൻ്റെ മൂലപ്രകൃതിതാൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. അവനീതല പാലനത്തിനല്ലോ അവതാരങ്ങളും പലതോർക്കുമ്പോൾ. അതുകൊണ്ട് വിശേഷിച്ചും ഭൂലോകം 14 ഉത്തമമെന്നല്ലോ വേദവാദികളായ മുനികളും വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ജനന മരണച്ചുഴിയിൽ ഇങ്ങനെ ഉയർന്നും താണും മണ്ടിക്കൊണ്ടിരിക്കുകയാണ് ജീവജാലങ്ങൾ. ജന്മത്തിനും മോക്ഷത്തിനും കാരണമായിട്ടുള്ള കർമ്മങ്ങൾ ഉരുക്കൂട്ടുന്നത് ഭൂലോകത്ത് വെച്ചാണ്. വിശേഷിച്ചും മനുഷ്യജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കുക മാത്രമാണ് സ്വർഗത്തിൽ. അതുപോലെ തന്നെ നരകത്തിൽ പാപത്തിൻ്റെ ഫലവും. പുണ്യപാപങ്ങൾ ഏതാണ്ടൊരു സമനിലയിലെത്തിയാലാണ് വീണ്ടും ഭൂമിയിൽ ജനിക്കുക. ഭൂമിയിൽ തന്നെ പക്ഷിമൃഗാദി ജീവങ്ങളെ അപേക്ഷിച്ച് മനുഷ്യന് വിവേകം കൂടുമല്ലോ. ഭൂമിയിൽ ഓരോ മനുഷ്യനും വീണ്ടും തൻ്റെ വാസനയ്ക്കനുസരിച്ച് കർമ്മങ്ങൾ സഞ്ചയിക്കുന്നു. ഈശ്വരചിന്തയും പൗരുഷവും കൊണ്ട് സദ്വാസനകളെ വളർത്തി മോഹം സമ്പാദിക്കാനുള്ള വിവേകം മനുഷ്യനുണ്ട്. ഓരോ ജീവനും ഇവിടെ ഏതുതരം കർമ്മമാണോ സഞ്ചയിക്കുന്നത്, മരണാനന്തരം അതിനനുസരിച്ചുള്ള ലോകത്തിൽ എത്തിച്ചേരുന്നു. അവിടെ അതാതിൻ്റെ ഫലവും അനുഭവിക്കാൻ ഇടവരുന്നു. ഫലം ഭുജിച്ച് കർമ്മത്തിൻ്റെ ഭൂരിഭാഗവും ഒടുങ്ങിയാൽ വീണ്ടും ഭൂമിയിലേക്ക് മടങ്ങുന്നു. വീട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകുന്ന ആൾ അതുവരെ താൻ നേടിയ ധനം കൂടെ കൊണ്ടുപോകുന്നത് പോലെയാണിത്. വീട്ടിൽ വെച്ച് നേടിയ പണം മുഴുവൻ വിദേശത്ത് താമസക്കാലത്ത് ചെലവാക്കി സുഖിക്കുന്നു. പണം തീരുന്നതോടെ വീണ്ടും വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് ചെന്ന് പാർത്ത് സ്വന്തം മുതൽ വിറ്റ് തിന്നുന്നതിന് തുല്യമാണ് സ്വർഗ നരക അനുഭവങ്ങൾ. ഇങ്ങനെ ധാരാളം കർമ്മസമ്പത്ത് വിളയിക്കുന്ന വിളനിലമാണ് ഭൂമി. കർമ്മത്തെ പാടെ നശിപ്പിക്കുവാനും ഭൂമിയിൽ വെച്ചു മാത്രമേ പറ്റൂ. സ്വർഗത്തിലോ നരകത്തിലോ വച്ച് ഏറിയ പുണ്യപാപ കർമ്മങ്ങൾ അനുഭവിച്ചു തീർന്നാലും ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള മിശ്രകർമ്മം അവശേഷിക്കുന്നു. എന്തിനേറെ ഭക്തന്മാർക്ക് ഭൂമിയിൽ ഈശ്വരങ്കൽ പരമപ്രേമരൂപിണിയായ ഭക്തി കൈവരുന്നു. മുമുക്ഷുക്കൾക്ക് എല്ലാ കർമ്മങ്ങളും ഒടുങ്ങി മോക്ഷം പ്രാപിക്കാൻ കഴിയുന്നു. വിഷയാസക്തന്മാരായ ലൗകികന്മാർക്ക് ആവശ്യമുള്ള എല്ലാ സുഖഭോഗങ്ങളും ഇവിടെ ലഭ്യമായിത്തീരുന്നു. ചുരുക്കത്തിൽ ഓരോരുത്തർക്ക് അവരവരുടെ ആഗ്രഹത്തിനനുസരണമായി എന്തും നൽകാൻ കഴിവുള്ള ലോകമാതാവാണ് ഭൂമി. ജഗതീശ്വരൻ്റെ മൂലപ്രകൃതിയായ മായ തന്നെ പ്രത്യക്ഷ രൂപം ധരിച്ച് ഭൂമിയായി വിളങ്ങി നിൽക്കുകയാണ്. ഭഗവാൻ പല അവതാരങ്ങൾ എടുത്തിട്ടുള്ളതും ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് വേദവിത്തുക്കളായ മുനിമാരും വേദങ്ങളും ഒരുപോലെ 14 ലോകങ്ങളിലും വെച്ച് ഭൂമി ഉത്തമമാണെന്ന് പുകഴ്ത്തിയിരിക്കുന്നത്. ലവണാംബുധി മധ്യേ വിളങ്ങുന്ന ജംബുദ്വീപൊരു യോജനലക്ഷവും സപ്തദ്വീപുകളുള്ളതിലെത്രയും ഉത്തമമിസ്ഥലമെന്നു വാഴ്ത്തുന്നു.
ഭൂപത്മത്തിന് കർണികയായിട്ട് ഭൂധരേന്ദ്രനിതിലല്ലോ നിൽക്കുന്നു. ഇതിൽ 9 ഖണ്ഡങ്ങളുണ്ടല്ലോ. അതിലുത്തമം ഭാരതഭൂതലം. സമ്മതരായ മാമുനിശ്രേഷ്ഠന്മാർ കർമ്മക്ഷേത്രമെന്നല്ലോ പറയുന്നു. കർമ്മബീജം ഇതിന്നു മുളയ്ക്കേണ്ടു ബ്രഹ്മലോകത്തിരിക്കുന്നവർകൾക്കും. കർമ്മബീജം വരട്ടിക്കളഞ്ഞുടൻ ജന്മനാശം വരുത്തേണമെങ്കിലും ഭാരതമായ ഖണ്ഡമൊഴിഞ്ഞുള്ള പാരിലെങ്ങും എളുതല്ല നിർണയം. അത്ര മുഖ്യമായുള്ളൊരു ഭാരതം ഈ പ്രദേശമെന്നെല്ലാവരും ഓർക്കണം. ഇത്ര വിശിഷ്ടമായ ഭൂമണ്ഡലത്തിൻ്റെ വ്യക്തമായ വിവരണം പുരാണങ്ങളിൽ കാണാം. ഭാഗവതം 5-ാം സ്കന്ധം 16-ാം അധ്യായത്തിൽ ഭൂമണ്ഡലത്തിൻ്റെ സ്ഥിതിയും വിസ്താരവും മറ്റും വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഈ വിവരണത്തെ ഒരിക്കലും ഇന്നത്തെ ഭൂമിശാസ്ത്ര വിവരണങ്ങളുമായി ഒത്തുനോക്കിക്കൂടാ. സത്യദർശികളായ ഋഷിമാർ ഭൂമണ്ഡലത്തിൻ്റെ അകവും പുറവും ജ്ഞാനദൃഷ്ടി കൊണ്ട് നിരീക്ഷണം ചെയ്ത് നൽകിയിട്ടുള്ള വിവരണങ്ങളാണിവ. താമരയുടെ ആകൃതിയിൽ ആകാരത്തിലാണ് ഭൂമിയുടെ നില. ഇതിൻ്റെ ദൈർഘ്യം സൂര്യചന്ദ്രന്മാരോളം എത്തി നിൽക്കുകയാണെന്നും പറയപ്പെടുന്നു. താമരയുടെ ഉള്ളിലായുള്ള കോശങ്ങൾ എന്ന പോലെ 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെടുന്ന 7 ദ്വീപുകളായിട്ടാണ് ഇത് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. അവയിൽ ഉപ്പുസമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭൂമണ്ഡല ഭാഗമാണ് ജംബൂദ്വീപ്. 7 ദ്വീപുകളിലും വെച്ച് ജംബൂദ്വീപ് ഉത്തമമാണെന്ന് പുരാണങ്ങൾ പുകഴ്ത്തുന്നു. ഭൂപദ്മത്തിൻ്റെ അല്ലി പോലെ വിളങ്ങുന്ന മേരുപർവ്വതം ഇതിലാണ്. ജംബൂദ്വീപിനെ 9 ഖണ്ഡങ്ങളായി അഥവാ ഖണ്ഡങ്ങളായി ജംബൂദ്വീപിനെ 9 വർഷങ്ങളായി അഥവാ ഖണ്ഡങ്ങളായി വേർതിരിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും ഉത്തമമായ ഖണ്ഡമാണ് ഭാരതവർഷം. സത്യദർശികളായ മുനിമാർ ഭാരതത്തിന് കർമ്മക്ഷേത്രം എന്നാണ് പേരിട്ടിരിക്കുന്നത്. മറ്റു ലോകങ്ങളിലൊക്കെ എത്തിച്ചേരാനുള്ള കർമ്മം സമ്പാദിക്കേണ്ടത് ഇവിടെ നിന്നാണ്. ബ്രഹ്മാവിൻ്റെ ലോകം പോലും ഇവിടെ ചെയ്യുന്ന കർമ്മം കൊണ്ടാണ് നേടിയെടുക്കേണ്ടത്. കർമ്മബീജത്തെ പാടെ നശിപ്പിച്ച് ജനന മരണരഹിതമായ മോക്ഷസ്ഥിതി കൈവരിക്കണമെങ്കിലും ഭാരതത്തിൽ വെച്ച് തന്നെ വേണ്ടിയിരിക്കുന്നു. മറ്റു ലോകങ്ങളിലൊന്നും ഇത് സാധ്യമല്ല. ഇത്ര വിശിഷ്ടമാണ് ഭാരതവർഷം എന്നുള്ള കാര്യം ഭാരതീയർ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. യുഗം 4 നല്ലു കലിയുഗം. യുഗം 4 നല്ലു കലിയുഗം. സുഖമേ തന്ന മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെണ്ണി മറ്റേതുമില്ല പ്രയത്നമറിഞ്ഞാലും. അത് ചിന്തിച്ച് മറ്റുള്ള ലോകങ്ങൾ 13-ലുമുള്ള ജനങ്ങളും മറ്റു ദ്വീപുകൾ 6-ലുമുള്ളോരും മറ്റു ഖണ്ഡങ്ങൾ 8-ലുമുള്ളോരും മറ്റു 3 യുഗങ്ങളിലുള്ളോരും മുക്തി തങ്ങൾക്ക് സാധ്യമല്ലായ്കയാൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിസാദരം കൈവണങ്ങിയിടുന്നു. കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിസാദരം കൈവണങ്ങിയിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതുകാലം ജനിച്ചുകൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ദൈവമേ. ഭാരതഖണ്ഡത്തിങ്കൽ പിറന്നൊരു മാനുഷർക്കും കലിക്കും നമസ്കാരം എന്നെല്ലാം പുകഴ്ത്തിയിടുന്നു മറ്റുള്ളോർ എന്നതെന്തിനു നാം പറഞ്ഞിടുന്നു. 4 യുഗങ്ങൾ ഉള്ളതിൽ കലിയുഗത്തിലാണ് മോക്ഷം നേടാൻ എളുപ്പം. മറ്റു യുഗങ്ങളിൽ കഠിനങ്ങളായ തപസ്സുകൾ ആചരിച്ചാലേ മുക്തി കിട്ടൂ. കലിയുഗത്തിലാകട്ടെ കേവലം ഈശ്വരനാമ സങ്കീർത്തനം കൊണ്ട് തന്നെ മുക്തി ലഭിക്കും എന്നാണ് പുരാണങ്ങൾ ഘോഷിക്കുന്നത്. നാല് യുഗങ്ങൾ ഉള്ളതിൽ കലിയുഗത്തിലാണ് മോക്ഷം നേടാൻ എളുപ്പം. മറ്റ് യുഗങ്ങളിൽ കഠിനങ്ങളായ തപസ്സുകൾ ആചരിച്ചാലേ മുക്തി കിട്ടൂ. കലിയുഗത്തിലാകട്ടെ കേവലം ഈശ്വരനാമ സങ്കീർത്തനം കൊണ്ട് തന്നെ മുക്തി ലഭിക്കും എന്നാണ് പുരാണങ്ങൾ ഘോഷിക്കുന്നത്. അതുകൊണ്ട് കലിയുഗത്തിൽ ഭാരതവർഷത്തിൽ ജന്മം കിട്ടാൻ എല്ലാവരും കൊതിക്കുന്നു.
മറ്റു 13 ലോകങ്ങളിലുള്ളവരും 6 ദ്വീപുകളിലുള്ളവരും 8 ഖണ്ഡങ്ങളിലുള്ളവരും 3 യുഗങ്ങളിലുള്ളവരും അങ്ങനെ കലികാലത്തെ ഭാരതവർഷത്തെ കൈവണങ്ങി കഴിയുന്നവരാണ്. ഭാരതവർഷത്തിൽ ഒരു പുല്ലായിട്ടെങ്കിലും ജനിക്കുവാൻ ഭാഗ്യം കിട്ടണേ എന്നാണ് അവരുടെ പ്രാർത്ഥന. കലിയുഗത്തിൽ ആ ഭാഗ്യം ലഭിക്കാത്തവർ ദുഃഖിതരായി കഴിയുന്നു. മറ്റുള്ളവർ ഇങ്ങനെ ഭാരതത്തെ പാടിപ്പുകഴ്ത്തുമ്പോൾ ഭാരതത്തിൽ കലികാലത്തിൽ ജന്മം ലഭിച്ചിട്ടുള്ള ഭാഗ്യവാന്മാർ ഒരു കാര്യം നല്ലവണ്ണം ധരിക്കേണ്ടതുണ്ട്. കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതമിപ്രദേശവുമല്ലയോ, ജന്മവും നരജന്മമിതല്ലയോ, ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും, ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടി കുറയുകയോ, നാവു കൂടാതെ ജാതന്മാരാകയോ, നമുക്കിനി വിനാശമില്ലായ്കയോ, കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതേ നാം. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃതത്താൽ, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മരിച്ചു നടന്നതും, എത്ര ജന്മം പിറന്നു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി മർത്യജന്മത്തിൻ മുമ്പേ കഴിച്ചു നാം. എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൻ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും, 10 മാസം വയറ്റിൽ കഴിഞ്ഞുപോയി 10 പന്തീരാണ്ടുണ്ണിയായിട്ടും പോയി. തന്നെത്താൻ അഭിമാനിച്ചു പിന്നേടം തന്നെത്താനറിയാതെ കഴിയുന്നു, എത്ര കാലം ഇരിക്കുമിനിയെന്നു സിദ്ധമേ നമുക്കേതുമൊന്നില്ലല്ലോ. നീർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വീർപ്പു മാത്രമുണ്ടിങ്ങനെ കാണുന്നു, ഓർത്തറിയാതെ പാടുപെടുന്നേരം നേർത്തുപോകുമതെന്നേ പറയാവൂ. അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. ഇത് കലിയുഗമാണ്. ഭാരതീയരായി പിറക്കുവാനും ഭാഗ്യം ലഭിച്ചു. ഉത്തമമായ മനുഷ്യജന്മവും കിട്ടിയിരിക്കുന്നു. ഭാരതീയർ ഈ പരിതസ്ഥിതികൾ ശ്രദ്ധാപൂർവം ചിന്തിച്ചറിയേണ്ടതാണ്. ഈ ഭാഗ്യലബ്ധിയെ വേണ്ടവണ്ണം അറിയാതെ എത്ര ഭാരതീയരാണ് ജന്മം വെറുതെ പാഴാക്കുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഈശ്വരനാമങ്ങൾ ഇല്ലാതായിട്ടാണോ? നരകാനുഭവങ്ങളിൽ ഭയമില്ലാഞ്ഞിട്ടാണോ പലരും ഈശ്വരനാമം ഉച്ചരിക്കാൻ മടിക്കുന്നത്? അതോ നാക്കില്ലാതെ ജനിച്ചു പോയതുകൊണ്ടാണോ? മരണമില്ലെന്നാണോ ഇക്കൂട്ടർ കരുതുന്നത്? ഈ കലികാലത്ത് ഭാരതീയനായി ജനിച്ചിട്ട് ഈശ്വരനാമം ഉച്ചരിക്കാതെ ജീവിക്കുന്നവർ വിലപ്പെട്ട മനുഷ്യജന്മത്തെ പുഴുങ്ങി തിന്നുന്നവരാണ്. പ്രയാസപ്പെട്ട പല പല ജന്മങ്ങൾ പല സ്ഥലത്തും കഴിച്ചു കൂട്ടിയതിനു ശേഷമാണ് പുണ്യഫലമായി ഭാരതത്തിൽ മനുഷ്യനായി പിറന്നത്. ജലത്തിലും മലത്തിലും മണ്ണിലും കൃമികീടങ്ങളായി എത്രയോ നാൾ കഴിച്ചുകൂട്ടിയിരിക്കണം. മരങ്ങളായും പക്ഷികളായും മൃഗങ്ങളായും പല പ്രാവശ്യം ജനിച്ചിരിക്കണം. അങ്ങനെ അനന്ത ദുഃഖം അനുഭവിച്ചതിൻ്റെ ശേഷമാണ് ഒരു മനുഷ്യമാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഇടം കിട്ടിയത്. മനുഷ്യജന്മത്തിലും അജ്ഞതയും ക്ലേശവും കുറവല്ല. 10 മാസം ഒന്നും അറിയാൻ കഴിയാതെ ഗർഭത്തിൽ കഴിച്ചുകൂട്ടുന്നു. 10-12 കൊല്ലം അവിവേകത്തിനിരിപ്പിടമായ ബാല്യത്തിൽ കഴിയുന്നു. അതുകഴിഞ്ഞാൽ ദുരഭിമാനവും ഉച്ചനീചഭാവവും കൊണ്ട് മനസ്സ് കലങ്ങി മറിയുന്നു. അവനവനെ അറിയുവാൻ ഒരു ശ്രമവും അധികം പേരും ചെയ്തു കാണില്ല. എത്ര കാലം ഇനി ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ഈ ശരീരം ഒരു നീർക്കുമിള പോലെ നിസ്സാരമാണ്. പ്രാണൻ്റെ സഹായത്തോടെയാണ് ഇത് നിലനിൽക്കുന്നത്. പാടുപെട്ട് പല സമ്പത്തും നേടിവെക്കുമ്പോഴേക്കും നരയും രോഗവും ബാധിച്ച് ശരീരം നശിച്ചു പോകും. ജീവിതം ഇത്ര നിസ്സാരമാണെന്ന് ദിവസേന കണ്ടറിഞ്ഞിട്ട് പലരും ഈശ്വരനാമം സങ്കീർത്തനം ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുന്നതാണ് അത്യാശ്ചര്യം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്നിതു ചിലർ. മതമത്സരം ചിന്തിച്ച് മതികെട്ടു നടക്കുന്നിതു ചിലർ. ചഞ്ചലാക്ഷിമാർ വീടുകളിൽ
പുക്കു കുഞ്ചിരാമൻ കളിക്കുന്നിതു ചിലർ കോലകങ്ങളിൽ സേവകരായിട്ട് കോലം കെട്ടി ഞെളിയുന്നിതു ചിലർ ശാന്തി ചെയ്തു പുലർത്തുവാനായിട്ട് സന്ധ്യയോളം വിശക്കുന്നിതു ചിലർ കൊഞ്ചിക്കൊണ്ടു വളർത്തൊരു പൈതലേ കഞ്ഞിക്കില്ലാഞ്ഞു വിൽക്കുന്നിതു ചിലർ അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ സത്തുക്കൾ കണ്ട് ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ കാൺക നമ്മുടെ സംസാരം കൊണ്ടത്രേ വിശ്വമീവണ്ണം നിൽപ്പൂ എന്നും ചിലർ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് ബ്രഹ്മാവും എനിക്കൊവ്വാ എന്നും ചിലർ അർത്ഥാശയ്ക്ക് വിരുദു വിളിപ്പിപ്പാൻ അഗ്നിഹോത്രാദി ചെയ്യുന്നിതു ചിലർ സ്വർണങ്ങൾ നവരത്നങ്ങളെ കൊണ്ടും എണ്ണം കൂടാതെ വിൽക്കുന്നിതു ചിലർ മത്തേഭം കൊണ്ട് കച്ചവടം ചെയ്തു ഉത്തമ തുരകങ്ങളതുകൊണ്ടും അത്രയുമല്ല കപ്പൽ വെപ്പിച്ചിട്ട് എത്ര നേടുന്നിതർത്ഥം ശിവ ശിവ വൃത്തിയും കെട്ട് ധൂർത്തരായെപ്പോഴും അർത്ഥത്തെ കൊതിച്ചെത്ര നശിക്കുന്നു അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാകാ മനസ്സിനൊരു കാലം 10 കിട്ടുകിൽ 100 മതിയെന്നും 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിലാശ്ചര്യമെന്നതും ആശയായുള്ള പാശമതിങ്കെന്ന് വേർവിടാതെ കരേറുന്നു മേൽക്കുമേൽ സത്തുക്കൾ ചെന്നിരന്നാലായർത്ഥത്തിൽ സ്വൽപ്പമാത്രം കൊടാ ചില ദുഷ്ടന്മാർ ചത്തുപോം നേരം വസ്ത്രമതുപോലും എത്തിടാ കൊണ്ടുപോകാനൊരുത്തർക്കും പശ്ചാത്താപം ഒരെള്ളോളമില്ലാതെ വിശ്വാസപാതകത്തെ കരുതുന്നു വിത്തത്തിൽ ആശ പറ്റുക ഹേതുവായി സത്യത്തെ ത്യജിക്കുന്നു ചിലരഹോ സത്യമെന്നത് ബ്രഹ്മമതു തന്നെ സത്യമെന്നു കരുതുന്നു സത്തുക്കൾ. മിഥ്യാകൽപ്പിതങ്ങളായ എന്തെല്ലാം ഭേദബുദ്ധികളിൽപ്പെട്ടാണ് മനുഷ്യർ ഉഴലുന്നത്. ചിലർ ലജ്ജയില്ലാതെ സ്ഥാനമാനങ്ങൾക്കു വേണ്ടി കലഹിക്കുന്നു. മതമാത്സര്യങ്ങളിൽപ്പെട്ട ചിലരുടെ ബുദ്ധി തീരെ നശിക്കുന്നു. ചിലർ കാമകിങ്കരത്വവും സേവാവൃത്തികളുമായി കാലം കഴിച്ചുകൂട്ടുന്നു. ജീവിതവൃത്തിക്കായി മാത്രം ചിലർ ക്ഷേത്രജോലികളിൽ ഏർപ്പെടുന്നു. ചില അച്ഛനന്മമാർ മക്കളെ പോലും വിറ്റു തിന്നുന്നു. ചില മക്കൾ അച്ഛനന്മമാരെ പോലും പട്ടിണിക്കിട്ട് കൊല്ലുന്നു. അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച ഭാര്യയെ ചിലർ എന്നേക്കുമായി ഉപേക്ഷിക്കുന്നു. സജ്ജനങ്ങൾ നല്ലതു പറഞ്ഞു കൊടുത്താൽ കോപിച്ച് അവരോട് കയർക്കുന്നു. പൂജ്യന്മാരെ നിന്ദിക്കുകയാണ് ചിലരുടെ തൊഴിൽ. ചിലരുടെ വിചാരം അവരുള്ളതുകൊണ്ടാണ് ഈ ലോകമങ്ങനെ നടന്നു പോകുന്നതെന്നാണ്. ബ്രാഹ്മണനായതിൽ അഹങ്കരിച്ച് ചിലർ ബ്രഹ്മാവിനേക്കാൾ ഞെളിഞ്ഞു നടക്കുന്നു. എല്ലാറ്റിനുമുപരി ധനമോഹമാണ് മനുഷ്യനെ അങ്ങേയറ്റം പതിപ്പിക്കുന്നത്. അഗ്നിഹോത്രാദി യാഗങ്ങൾ പോലും പണം നേടുവാനാണ് നടത്തിപ്പോരുന്നത്. സ്വർണ്ണവ്യാപാരം, രത്നവ്യാപാരം, ആനക്കച്ചവടം, കുതിരക്കച്ചവടം, കപ്പൽ വ്യാപാരം എന്നിവ കൊണ്ട് എന്തുമാത്രം പണമാണ് ഓരോരുത്തർ ഉണ്ടാക്കി കൂട്ടുന്നത്. മാനസികവും ശാരീരികവുമായ എല്ലാ പരിശുദ്ധിയും വെടിഞ്ഞ് പണം ധൂർത്തടിച്ച് എത്രയെത്ര ആളുകളാണ് ദിനം പതിച്ചുകൊണ്ടിരിക്കുന്നത്. പണം വേണ്ടെന്നല്ല, പക്ഷേ പണത്തിൽ തൃഷ്ണ മുഴുത്താൽ പണം എത്ര കിട്ടിയാലും ആർക്കും തൃപ്തി വരുന്നതല്ല. 10 കിട്ടിയാൽ 100, 100ആയാൽ 1000 കഴിയുകയില്ലെന്നും 1000-ത്തെ 10,000-ത്തിൽ എത്തിക്കണമെന്നും അങ്ങനെ നീണ്ടു പോകും ആ ആശാപാശം. സജ്ജനങ്ങൾ വല്ലതും ചെന്നിരന്നാലും ചില ദുഷ്ടന്മാർ കൊടുക്കാൻ മടിക്കുന്നു. ചത്തുപോകുമ്പോൾ ഉടുതുണി പോലും കൊണ്ടുപോകാൻ ആർക്കും കഴിവില്ല. പണക്കാർക്കാകട്ടെ വിശ്വാസവഞ്ചന ചെയ്യാനും മടിയില്ല, പശ്ചാത്തപിക്കുകയുമില്ല. ധനക്കൊതിയുള്ളവർക്ക് ഒരിക്കലും സത്യമായി പെരുമാറാൻ കഴിയില്ല. അദ്വൈജ്ഞാനരൂപമായ ബ്രഹ്മമത്രേ സത്യം. സജ്ജനങ്ങൾ ഇത് നന്നായി അറിയുന്നു. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാൻമാരായി നടിക്കുന്നിതു ചിലർ. കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ
കുങ്കുമം ചുമക്കും പോലെ ഗർദഭം കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും എണ്ണി എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നില്ലല്ലോ തിരുവാതിരയെന്നും കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രമശ്വതി നാളെന്നും ശ്രാദ്ധമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ സദ്യയൊന്നും എളുതല്ലിനിയെന്നും ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവോ ഞാനെന്നും ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവോ ഞാനെന്നും കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണമെന്നുമെടുപ്പിക്കരുതെന്നും യുദ്ധം ഓരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ ശിവ. വിദ്യകളെല്ലാം ഈ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ളതാണ്. പക്ഷേ അവനവൻ്റെ ആത്മാവ് തന്നെയായ ഈ സത്യത്തെ അറിയാതെ വിദ്വാൻമാർ പോലും വിദ്വാൻമാരെന്ന് ഭാവിക്കുന്നേയുള്ളൂ. വേദങ്ങളും വേദാന്ത ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ളവർക്ക് പോലും ചിലപ്പോൾ ഈ ജഗദീശ്വരനെ ഉള്ളിൽ കണ്ട് അനുഭവിപ്പാൻ കഴിയുന്നില്ല. കുങ്കുമത്തിൻ്റെ സൗരഭം അറിഞ്ഞനുഭവിക്കാൻ കഴിവില്ലാതെ കുങ്കുമഭാണ്ഡവും പേര് നടക്കുന്ന കഴുതയെപ്പോലെയാണ് ബ്രഹ്മാനുഭവമില്ലാതെ വേദം പഠിച്ചു നടക്കുന്ന പണ്ഡിതൻ. അർപ്പണബുദ്ധിയോടുകൂടി തൃപ്തി ഒന്നുകൊണ്ടേ ആത്മസാക്ഷാത്കാരം സാധിക്കൂ. തൃഷ്ണയുടെ വിഷയസുഖങ്ങളിൽ മോഹിച്ചുഴലുന്നവർക്ക് ഈശ്വരനെ അറിയാൻ കഴിയുന്നതല്ല. ദിനം പ്രതി ആയുസ് കുറയുകയാണ്. ആയുസ് കുറയുന്തോറും മോഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഓണം, വിഷു, തിരുവാതിര, ശ്രാദ്ധം, സദ്യ, പുനർജന്മം, പുത്രജന്മം, ജന്മദിനം, വസ്തു സമ്പാദനം എന്നിങ്ങനെ മനുഷ്യ മനസ്സ് മാറി മാറി മോഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒടുങ്ങാത്ത മോഹങ്ങളിൽപ്പെട്ട് ഉഴന്നുകൊണ്ടിരിക്കുമ്പോൾ പാവം അറിയാതെ മരണത്തിൻ്റെ വായിൽപ്പെട്ട് മറയുകയും ചെയ്യുന്നു. എന്തിനിത്ര പറഞ്ഞു വിശേഷിച്ചും ചിന്തിച്ചിടുവിനാവോളമെല്ലാരും കർമ്മത്തിൻ്റെ വലിപ്പവുമോരോരോ ജന്മങ്ങൾ പല ജാതി കഴിഞ്ഞതും കാലമിന്നു കലിയുഗമായതും ഭാരതഖണ്ഡത്തിൻ്റെ വലിപ്പവും അതിൽ വന്നു പിറന്നതുമിത്ര നാൾ പഴുതേ തന്നെ പോയ പ്രകാരവും ആയുസ്സിൻ്റെ പ്രമാണമില്ലാത്തതും ആരോഗ്യത്തോടിരിക്കുന്ന അവസ്ഥയും ഇന്ന് നാമസങ്കീർത്തനം കൊണ്ടുടൻ വന്നുകൂടും പുരുഷാർത്ഥമെന്നതും ഇന്ന് തെറ്റിയാൽ ഇത്ര എളുപ്പമായി എന്നു മേലിലീ വണ്ണം വരുമെന്നും ഇനിയുള്ള നരകഭയങ്ങളും ഇന്നു വേണ്ടും നിരൂപണമൊക്കെയും പോയി കാലം കളയാതെ വൈകുണ്ഠത്തിനു പോയിക്കൊള്ളുവിനെല്ലാരും. ലൗകിക ജീവിതത്തിൻ്റെ വിവിധ വശങ്ങൾ ഇങ്ങനെ സ്മരിച്ച് പ്രതിപാദിച്ചത് എന്തിനാണെന്ന് എല്ലാവർക്കും ചിന്തിച്ചറിയേണ്ടതാണ്. കർമ്മമാർഗത്തിൽ തന്നെ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അതിന് ഒരറ്റവുമില്ല. കർമ്മഫലങ്ങളായ ജന്മങ്ങളും നിരവധിയാണ്. കാലമോ കലിയുഗം. ഭാരതം വിശാലമായ ദിവ്യഭൂമി. ഇവിടെ വന്ന് ജനിച്ചിട്ടും ഇത്ര നാളും നാം അത് പാഴാക്കി. ആയുസ് എപ്പോഴാണ് ഒടുങ്ങുന്നതെന്ന് അറിഞ്ഞും കൂടാ. ഇന്ന് ആരോഗ്യമുണ്ട്. നാമസങ്കീർത്തനം കൊണ്ട് മാത്രം പരമപുരുഷാർത്ഥമായ മോക്ഷം നേടാൻ ഇതാണ് അവസരം. ഈ അവസരം നഷ്ടമായാൽ വീണ്ടും എന്നാണത് ലഭിക്കുക? ഈ അവസരം കൈവിട്ടു പോയാൽ പിന്നെ അനുഭവിക്കേണ്ടി വരുന്ന ലോകയാതനയെക്കുറിച്ചും ചിന്തിച്ചു നോക്കുക. അതുകൊണ്ട് അസത്യമാർഗം കൈവെടിഞ്ഞ് സദാ ഈശ്വരസ്മരണ പുലർത്തി വൈകുന്നേരം നേടുകയാണ് അതുകൊണ്ട് അസത്യമാർഗം കൈവെടിഞ്ഞ് സദാ ഈശ്വരസ്മരണ നിലനിർത്തി വൈകുണ്ഠലോകം നേടുകയാണ് ഭാരതീയരുടെ പ്രധാന കർത്തവ്യം. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വൃഥ അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിന് കൊതിക്കുന്നതെന്തു നാം മധ്യാഹ്നാർക്കപ്രകാശമിരിക്കവേ ഖദ്യോതത്തെയോ മാനിച്ചു കൊള്ളേണ്ടു ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ
ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി, മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ. വിഷ്ണുഭക്തന്മാരില്ലേ ഭുവനത്തിൽ, മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ. ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ, ഭുവനത്തിലെ ഭൂതികളൊക്കെയും. ഭവനം നമുക്കായതിതു തന്നെ, വിശ്വനാഥൻ പിതാവ് നമുക്കെല്ലാം. വിശ്വധാത്രി ചരാചരമാതാവും, അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ. രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും, ഭിക്ഷാന്നം നല്ലൊരന്നവുമുണ്ടല്ലോ. ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. ഈ ജീവിതം ഇടയ്ക്കുള്ള ഒരു അല്പകാല അനുഭവമാണ്. ഒരാൾ ജനിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നുവെന്നോ മരിച്ചാൽ എന്താവുമെന്നോ ഒരു നിശ്ചയവുമില്ല. ഇവിടെയുള്ള എല്ലാ ബന്ധങ്ങളും ഈ അല്പകാലത്തിനിടയ്ക്ക് സംഭവിച്ചവയുമാണ്. ജനിക്കുമ്പോൾ എല്ലാവരും തനിയെ ജനിക്കുന്നു, മരിക്കുമ്പോൾ തനിയെ മരിക്കുന്നു. അല്പകാലം ഒന്നും അറിയാതെ ഇങ്ങനെ ജീവിക്കുന്നതിനിടയ്ക്ക് കലഹിച്ചും മത്സരിച്ചും കാലം കഴിച്ചിട്ട് എന്തു വേണം? സച്ചിദാനന്ദ സ്വരൂപമായ മോക്ഷമാകുന്ന പുരുഷാർത്ഥം നേടാമെന്നിരിക്കെ ആപത്തുകൾക്കൊരു നിരിപ്പിടമായ ധനത്തെ അതിര് കവിഞ്ഞ് എന്തിനു മോഹിപ്പിക്കണം? ഉച്ചയ്ക്ക് സൂര്യൻ ഉജ്ജ്വലമായി പ്രകാശിക്കുമ്പോൾ ആരെങ്കിലും മിന്നാമിനുങ്ങിനെ തേടി നടക്കാറുണ്ടോ? മോക്ഷത്തെ വിട്ട് ഭൗതിക സമ്പത്ത് കൊതിക്കുന്നത് സൂര്യനെ വിട്ടിട്ട് മിന്നാമിനുങ്ങിനെ തേടുന്നതിന് തുല്യമാണ്. ജഗദീശ്വരനെ സർവാത്മന സമാശ്രയിക്കുന്ന ഒരാൾക്ക് എല്ലാ ബന്ധുമിത്രാദികളും ആ ജഗദീശ്വരൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഹൃദയത്തിൽ സദാ ഉണ്ണിക്കണ്ണൻ കളിയാടി വസിക്കുമ്പോൾ മറ്റ് ഉണ്ണികൾ വേണമെന്നില്ല. വിഷ്ണു ഭക്തന്മാരെല്ലാം അവരുടെ കൂട്ടുകാരാണ്. മായാദേവിയുടെ ലീലാവിലാസങ്ങൾ കാണാൻ കണ്ണുള്ളവർക്ക് ഭാര്യയുടെ ഹാവഭാവങ്ങൾ വെറും ഗോഷ്ഠികളായിട്ടേ തോന്നൂ. ഭക്തന്മാരുടെ വീട് ഇന്ന് ലോകം തന്നെയാണ്. ലോകത്തിലെ സമ്പത്ത് മുഴുവൻ അവരുടെ സമ്പത്താണ്. ജഗദീശ്വര ശക്തിയായ മായാദേവി മാതാവും. അവർ നമ്മെ അവസാനം വരെ നോക്കിക്കൊള്ളും. ആഹാരത്തിന് സജ്ജനങ്ങൾ നൽകുന്ന ഭിക്ഷ ധാരാളം മതിയാകും. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ട് ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കേണമേവരും. കാണാകുന്ന ചരാചര ജാതിയെ നാണം കൈവിട്ട് കൂപ്പിസ്തുതിക്കണം. ഹരിഷാശ്രു പരിപ്ലുതനായിട്ട് പുരുഷാദികളൊക്കെ സഹിച്ചുടൻ. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. മോഹം തീർന്നു മനസ്സ് ലയിക്കുമ്പോൾ സോഹമെന്നിട കൂടുന്നു ജീവനും. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ അശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്നു കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. കൊതിച്ചിടുന്നു ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ഒരാൾ തത്കാലം ഏതു കർമ്മമണ്ഡലത്തിലായാലും വിരോധമില്ല. പക്ഷേ ഫലാസക്തി കൂടാതെ എപ്പോഴും മനസ്സ് ഈശ്വരങ്കൽ ഉറപ്പിക്കണം. മനസ്സിന് വിഷയങ്ങളിൽ സംഘം വരുമ്പോൾ ഈശ്വരനാമം ജപിച്ച് അതിനെ അകറ്റണം. മനസ്സിന് വിഷയങ്ങളിൽ സംഘം വരുമ്പോൾ ഈശ്വരനാമം ജപിച്ച് അതിനെ അകറ്റണം. ഇടതടവില്ലാതെ ഈശ്വരാനുഭൂതി കൈവരും വരെ വിശ്വാസത്തോടെ ഈ പരിശീലനം തുടരണം. കാണപ്പെടുന്നതൊക്കെ ഈശ്വരരൂപമായി ഭാവന ചെയ്ത് മനസ്സാ കുമ്പിടണം. ഈ ഈശ്വര സ്വരൂപമായി കാണുകയാണ്. എല്ലാം ഈശ്വരസ്വരൂപമായി കാണുകയാണ് ഏറ്റവും വലിയ ആരാധന. കാണപ്പെടുന്ന ഈശ്വരസ്വരൂപമായി ഭാവന ചെയ്ത് മനസ്സാ കുമ്പിടണം. എല്ലാം ഈശ്വരസ്വരൂപമായി കാണുകയാണ് ഏറ്റവും വലിയ സാധന. അത് അനന്തമായ ആനന്ദം ഉള്ളിൽ ഇളക്കിവിടും. ആ ആനന്ദപ്രവാഹത്തിൽ മുഴുകി ലൗകികമായ ഏതു ക്ലേശവും സഹിക്കാനുള്ള ശക്തി നേടണം. സത്യദർശികളായ സജ്ജനങ്ങളുടെ പാദങ്ങളിൽ നാണം വിട്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. ഭക്തിസുധയിൽ മുഴുകി മതമത്തനായി നൃത്തം ചെയ്യണം. ലോഭമോഹങ്ങൾ അകന്ന് മനസ്സ് ഭക്തിയിൽ ലയിക്കുന്തോറും സോഹം എന്ന ഈശ്വരനും താനും ഒന്നുതന്നെയാണെന്ന സാക്ഷാത്കാരം ഉദിച്ചുവരും. ഈ സാക്ഷാത്കാരം നേടി ജീവിതം നയിച്ചാൽ ശേഷിക്കുന്ന പ്രാരബ്ധങ്ങൾ ക്രമേണ ഒടുങ്ങിപ്പോകും. ഏതെല്ലാം കർമ്മപരിപാടികൾ നടത്താനാണോ തത്കാല ശരീരം രൂപം കൊണ്ടത് അവയൊക്കെയാണ് പ്രാരബ്ധങ്ങൾ. ആത്മസാക്ഷാത്കാരം നേടുന്നവൻ ജീവൻ മുക്തനാകുന്നു.
പ്രാരബ്ധങ്ങൾ ഒടുങ്ങുന്നതോടെ വിദേഹമുക്തിയും കൈവരുന്നു. പ്രാരബ്ധം തീരുന്നതോടെ പാമ്പിൻ്റെ ചട്ട ഊരിപ്പോകും പോലെ ശരീരം വീണു പൊങ്ങുന്നു. അതോടെ ബ്രഹ്മദർശനം പൂർത്തിയായി ജീവൻ കുതിച്ചു പൊങ്ങി ആ സച്ചിദാനന്ദ സ്വരൂപനുമായി ഒരുമിക്കുന്നു. ശക്തി വേറിട്ട് സഞ്ചരിച്ചിടുവാൻ പാത്രമായില്ല എന്നതുകൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട. തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും ജാതി പാർക്കിലൊരന്ത്യജനാകിലും വേദവാദി മഹീസുരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിയ മൂകന്മാരെ ഒഴിച്ചുള്ള മാനുഷർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നുമാത്രം ഒരിക്കലൊരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലിരിക്കിലും തന്നെ നാവുകൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. ബാദരായണൻ താനും വിശേഷിച്ച് ശ്രീധരാചാര്യനും പറഞ്ഞിടുന്നു. ശ്രീധരൻ താൻ അരുൾ ചെയ്തിരിക്കുന്ന ഗീതയിൽ പറഞ്ഞിടുന്നതിങ്ങനെ: ആമെന്നുള്ളവർ ചൊല്ലുവിൻ നാമങ്ങൾ, ആമോദത്തോടെ ചൊല്ലുവിൻ ബ്രഹ്മത്തിൽ ഇതിന്മീതെ പറയാവതൊന്നില്ല. മതിയുണ്ടെങ്കിലൊക്കെ മതി ഇത് തിരുനാമമാഹാത്മ്യം പറഞ്ഞതു തിരുവുള്ളമാകെൻ്റെ ഭഗവാനേ. പ്രപഞ്ചകാര്യങ്ങളിൽ വിരക്തി വരിക ആർക്കും എളുപ്പമല്ല. ആസക്തി വിടാൻ കഴിയുന്നില്ലല്ലോ എന്ന് കരുതി പരിതപിക്കാനൊന്നുമില്ല. ഈശ്വരനാമജപം വിഷയാസക്തനെപ്പോലും മുക്തനാക്കും. അതിൻ്റെ മാഹാത്മ്യം അവർണ്ണനീയമാണ്. ജാതിയിൽ ശൂദ്രനാകട്ടെ അഥവാ ബ്രാഹ്മണനാകട്ടെ നാക്കുള്ളവനാണെങ്കിൽ ജഗദീശനാമം ജപിച്ചാൽ മതി മുക്തി നേടാൻ. നാക്കില്ലാതെ ഊമയായി പിറന്നവന് ചെവി കൊണ്ടിത് കേട്ടുവെന്നാകിലും ജന്മസാഫല്യമായി. തിരുനാമങ്ങളോ എണ്ണമറ്റമുണ്ട്. സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴോ സ്വപ്നത്തിലോ അറിയാതെയോ പരിഹാസമായിട്ടെങ്കിലോ അവയിൽ ഒരെണ്ണം ഒരു ദിവസം ഒരിക്കൽ ഉച്ചരിച്ചാൽ മതി. എവിടെയിരുന്നായാലും മറ്റാർക്കെങ്കിലും വേണ്ടിയായാലും ഈശ്വരനാമം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്താൽ ജന്മസാഫല്യം സുനിശ്ചിതമാണ്. അത് ക്രമേണ ബ്രഹ്മസായുജ്യത്തിന് കാരണമായും തീരും. ശ്രീ വേദവ്യാസനും ഭാഗവത വ്യാഖ്യാതാവായ ശ്രീധരാചാര്യരും ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗീതയിൽ ഭഗവാനും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിയുമെങ്കിൽ നിരന്തരം ഈശ്വരനാമം ഉച്ചരിക്കുവിൻ, ബ്രഹ്മസത്തയുമായി ഒന്നുചേരുവിൻ. ഇതിലധികം പറയാനൊന്നുമില്ല. ബുദ്ധിയും ശ്രദ്ധയുമുണ്ടെങ്കിൽ ഇത് ധാരാളം മതി. ഈശ്വരനാമ മാഹാത്മ്യം ഇങ്ങനെ പ്രകീർത്തിച്ചതിൽ എല്ലാ തെറ്റുകളും പുറത്ത് കരുണാനിധിയായ ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ.